എല്ലാവർക്കും ലിറ്റിൽ തോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിമാനങ്ങളുടെ ചരിത്രത്തെ പറ്റിയാണ്. ആരാണ് വിമാനം കണ്ടുപിടിച്ചത്, അന്ന് മുതൽ ഇന്ന് വരെ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള വിമാനങ്ങൾ ഇത്രയും പുരോഗമിച്ചത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ഇന്ത്യാനയിലെ മിൽവാലിൽ എന്ന സ്ഥലത്ത് ബിഷപ്പ് മിൽട്ടൺ റൈറ്റിനും ഭാര്യ സൂസൻ കാതറിൻ കോർണറിനും 7 മക്കളിൽ സഹോദരങ്ങളായി 1867 വിൽബർ റൈറ്റ് ജനിക്കുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ഓർവിൽ റൈറ്റും ജനിക്കുന്നു. മതപ്രഭാഷണങ്ങളും മറ്റുമായി മിൽട്ടൺ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരുന്നു. അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് വരവെ മിൽട്ടന്റെ മക്കളായ വിൽബറിനും ഓർവിലിനും ഒരു പറക്കുന്ന കളിപ്പാട്ടം കൊണ്ട് മേടിച്ചു കൊടുത്തു. വിൽബറും ഓർവിലും പഠനത്തിൽ മടിയന്മാരായിരുന്നു. വിൽബർ ഹൈസ്കൂൾ വരെ പഠിച്ചു. രണ്ടുപേരുടെയും സ്വപ്നം ബിസിനസ്സിലായിരുന്നു. പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും രണ്ടുപേർക്ക് യന്ത്രങ്ങളിൽ വലിയ താല്പര്യമായിരുന്നു. അച്ഛൻ കൊണ്ടുവന്ന കളിപ്പാട്ടം പൊട്ടിച്ചെങ്കിലും അത് റിപ്പയർ ചെയ്യാൻ അവർ ശ്രമിച്ചു. വയ്യാതെ കിടന്ന അമ്മേനെ നോക്കാൻ വിൽബർ പഠിപ്പ് നിർത്തി. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഓർവിലും പഠിപ്പ് നിർത്തി. വിൽബറിന്റെ സഹായത്തോടെ ഓർവിൽ ഒരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങി. നോട്ടീസുകൾ പ്രിന്റ് ചെയ്തു കൊടുക്കുകയായിരുന്നു പ്രധാന ജോലി. പിന്നീട് ഒരു ആഴ്ചപത്രം തുടങ്ങിയെങ്കിലും വായനക്കാരില്ലാതെ ക്രമേണ അത് നിന്നുപോയി. ഈ കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ 2 ചക്രങ്ങളുള്ള ആധുനിക സൈക്കിൾ വന്നത്. ഇത് ഓഹിയോയിലും എത്തി. സൈക്കിൾ ഓട്ടക്കാരുടെ എണ്ണം കൂടിയതോടെ റൈറ്റ് സഹോദരന്മാർ ഒരു സൈക്കിൾ റിപ്പയറിംഗ് കട തുടങ്ങി. ക്രമേണ അവർ സൈക്കിൾ കച്ചവടവും നിർമ്മാണവും തുടങ്ങി. ഇതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ മനസ്സിൽ അച്ഛൻ പണ്ട് കൊണ്ടുവന്ന ആ പറക്കുന്ന കളിപ്പാട്ടമായിരുന്നു. സൈക്കിൾ നിർമ്മാണവും കച്ചവടവും നടത്തി പൈസ ഉണ്ടാക്കി വിമാന ഗവേഷണം നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ വിമാന നിർമ്മാണത്തിലേക്ക് അവർ എടുത്തു ചാടുകയല്ല ചെയ്തത്. ഇവിടെയാണ് മറ്റുള്ളവരിൽ നിന്ന് റൈറ്റ് സഹോദരന്മാർ വ്യത്യസ്തരാകുന്നത്. അവർ ഓട്ടോ ലിലിയന്താളിന്റെ ഗ്ലൈഡർ പറക്കലുകളെ കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ചു പഠിച്ചു. ഗ്ലൈഡർ സ്വന്തമായി നിർമ്മിച്ച സാമുവൽ ലാംഗ്ലയുടെ ഗ്ലൈഡർ ഡിസൈനുകളും ചിത്രങ്ങളും അവർ ശേഖരിച്ച് മനസ്സിലാക്കി. ഒക്ടേവിയ ചാന്യൂട്ട് എന്ന എഞ്ചിനീയറിന് കത്തെഴുതി അദ്ദേഹത്തിന്റെ പറക്കും യന്ത്രങ്ങളുടെ പുരോഗതി എന്ന പുസ്തകം വരുത്തി. ഇവയെല്ലാം രണ്ടുപേരും മനസ്സിലിരുത്തി വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ മനസ്സിലാക്കി ഗ്ലൈഡർ നിയന്ത്രിക്കേണ്ടത് ചിറകുകൾ വെച്ചിട്ടായിരിക്കണം. വിമാനത്തിന്റെ രൂപകൽപ്പന വികസിപ്പിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച വിൽബറും ഓർവിലും ശക്തമായ കാറ്റിന് പേരുകേട്ട് നോർത്ത് കരോലിനയിലെ കിറ്റി ഹക്കുവിലേക്ക് യാത്ര തിരിച്ചു. അവർ വിമാനത്തിൽ ചിറക് സങ്കോചിപ്പിക്കൽ എന്നൊരു സങ്കല്പം വികസിപ്പിച്ചെടുത്തു. ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു പങ്കായം കൂട്ടിച്ചേർത്തതോടെ തങ്ങൾക്ക് ഒരു മാന്ത്രിക ശക്തി ലഭിച്ചതായി റൈറ്റ് സഹോദരന്മാർക്ക് തോന്നി. 1903 ഡിസംബർ 17 രാവിലെ 10 മണിക്ക് നാട്ടുകാർ ഹിൽ ഡെവൽ എന്ന് വിളിക്കുന്ന മരങ്ങൾ തീരെ ഇല്ലാത്ത ഒരു ചെറിയ മണൽക്കുന്ന് അനിയനായ ഓർവിൽ ജ്യേഷ്ഠനായ വിൽബറിന് കൈ കൊടുത്തിട്ട് പറക്കു യന്ത്രത്തിൽ കയറി കമിഴ്ന്നു കിടക്കുന്നു. കാണികൾ 5 പേര് മാത്രം. പറക്കു യന്ത്രത്തിന്റെ വലതുവശത്തിന്റെ അറ്റം പിടിച്ചു നിന്ന വിൽബർ കാണികളോട് ഓർവിലിനെ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നുണ്ട്. സഹോദരന്മാരുടെ സാഹസ പറക്കൽ വീഡിയോ എടുക്കാമെന്ന് ഏറ്റിരുന്ന ജോൺ ഡാനിയൽ മുക്കാലിയിൽ സ്ഥാപിച്ച ക്യാമറയുടെ അടുത്തേക്ക് നീങ്ങി. 10:35 പറക്കൽ യന്ത്രത്തിൽ സ്ഥാപിച്ച പ്രൊപ്പല്ലറുകൾ കറങ്ങാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് വിമാനം നീങ്ങാൻ തുടങ്ങി. വളരെ ദ്രുതഗതിയിലായിരുന്നു വിമാനം പൊങ്ങി ഉയർന്നത്. ഏകദേശം 3 മീറ്റർ പൊങ്ങിയ വിമാനം 12 സെക്കൻഡ് കഴിഞ്ഞ് 36 മീറ്റർ ദൂരെ വളരെ ശക്തിയോടെ നിലത്തിറങ്ങി. നമ്മുടെ വിജന പ്രദേശമായ കിറ്റി ഹോക്കിൽ സാധിച്ചത് നൂറ്റാണ്ടുകളായുള്ള മനുഷ്യന്റെ സ്വപ്നമായിരുന്നു. വിൽബർ പറപ്പിച്ച 4ാമത്തെ പറക്കൽ അന്നത്തെ റെക്കോർഡായിരുന്നു. 59 സെക്കൻഡ് 261 മീറ്റർ ആയിരുന്നു അത്. സമയം 12 മണി. റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ഫ്ലയർ 1 എന്ന് പേരിട്ട വിമാനം അറ്റ്ലാന്റിക് തീരത്ത് നോർത്ത് കരോലിനയിലെ കിറ്റി ഹോക്കിൽ പറന്നുയർന്നു. 12 മിനിറ്റ് കൊണ്ട് 37 മീറ്റർ ഇരുവരും സഞ്ചരിച്ചു. പിന്നീട് റൈറ്റ് സഹോദരന്മാർ തങ്ങളുടെ 2ാമത്തെ വിമാനമായ ഫ്ലയർ 2ൽ പരീക്ഷണങ്ങൾ നടത്തി. ഇപ്രാവശ്യം 38 മിനിറ്റ് അവർ ആകാശത്ത് സഞ്ചരിച്ചു. ഇതോടുകൂടി അവർ വിമാനത്തിന്റെ പിതാക്കന്മാരായി. 1908 ഓർവെൽ റൈറ്റ് പറത്തിയ വിമാനം അപകടത്തിൽപ്പെട്ടു. ഈ അപകടത്തിൽ ഓർവെൽ റൈറ്റിന് കാലൊടിയുകയും
ഒപ്പമുണ്ടായിരുന്ന യാത്രികൻ തോമസ് അന്തരിക്കുകയും ചെയ്തു. ഇനിയും വിമാനം പറത്താൻ ശ്രമിച്ച പലരും അപകടത്തിൽപ്പെട്ടതോടെ റൈറ്റ് സഹോദരന്മാരുടെ കണ്ടുപിടുത്തം അപകടകരം എന്ന് പലരും വിശേഷിപ്പിച്ചു. ചിലർ ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോയി. ഇത്രയും മഹത്തായ ഒരു നേട്ടം കൈവരിച്ചിട്ടും നിയമ നടപടികളും സാമ്പത്തിക പ്രശ്നങ്ങളും ഇവരെ വേട്ടയാടി. നിർഭാഗ്യവശാൽ 1912 വിൽബർ റൈറ്റ് ടൈഫോയിഡ് ബാധിച്ചു മരിച്ചു. എന്നിട്ടും ഓർവെൽ റൈറ്റ് പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയി നാസയുടെ ഉപദേശകനായി പ്രവർത്തിക്കുകയും ചെയ്തു. 1948 ജനുവരി 30 അന്നാണ് ഹൃദയാഘാതം മൂലം ഓർവെൽ റൈറ്റ് മരണമടഞ്ഞത്. അപ്പോഴേക്കും വിമാനമൊക്കെ ലോക പ്രശസ്തി ആർജിച്ചിരുന്നു. 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങുമ്പോഴും നീൽ ആംസ്ട്രോങ്ങിന്റെ സ്പേസ് സ്യൂട്ടിന്റെ പോക്കറ്റിൽ 1903 റൈറ്റ് സഹോദരന്മാർ പറത്തിയ വിമാനത്തിന്റെ ഇടതേ ചിറകിൽ നിന്നുള്ള മസ്ലിൻ തുണിയും ഇടതേ പ്രൊപ്പലറിൽ നിന്നുള്ള ഒരു ചെറിയ തടി കഷ്ണവും ഉണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള ഈ മനുഷ്യ ജനതയ്ക്ക് വിമാനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത ഈ 2 സഹോദരന്മാരെ നമ്മൾ മറക്കാൻ പാടുള്ളതല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.